ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കമ്പൈൻഡ് ആയിട്ട് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് മണി ഫോർ 3 years at 12% simple interest rate per annum is rupees 6,750. What will be the compound interest on the same sum at the same rate for the same period compounded annually? അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ 3 വർഷത്തേക്ക് ഒരു പ്രിൻസിപ്പളിനുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് 6,750 ആണെന്ന് തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 12% പെർ ആനം ആണ്. അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ, ഇക്വേഷൻ മെത്തേഡ്, ഫോർമുല മെത്തേഡ് ആണെങ്കിൽ നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, P × R × T / 100 ആണ്. അതിൽ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 6,750. ഓക്കെ, സോ 6,750 ഈസ് ഈക്വൽ ടു P × നമുക്ക് എമൗണ്ട് പ്രിൻസിപ്പൾ ആദ്യം കണ്ടുപിടിക്കാം. P × റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12 × 3 years ആണ്, ടൈം 3, സോ 3 / 100. ഇത് നമുക്ക് പ്രിൻസിപ്പൾ എത്രയാണെന്ന് കിട്ടും. പ്രിൻസിപ്പൾ P ഈസ് ഈക്വൽ ടു 6,750 × 100 / 12 × 3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൾ നമുക്ക് 18,750 കിട്ടി. പ്രിൻസിപ്പൾ കിട്ടി, നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയാം 12% ആണ്, ടൈം പീരീഡ് തന്നിട്ടുണ്ട് 3 years. അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാമല്ലോ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമുക്ക് ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? ടോട്ടൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു P × 1 + R/100 ഓൾ റേസ് ടു N ആണ്. ഇതിൽ നമുക്ക് P അറിയാം, R അറിയാം, N അറിയാം. സോ 18,750 ആണ് പ്രിൻസിപ്പൽ എമൗണ്ട്. സോ എമൗണ്ട് ഈസ് ഈക്വൽ ടു 18,750 × 1 + 12/100 ഓൾ റേസ് ടു 3. ഓക്കെ, ഇതിൽ 100, ഇവിടെ നമുക്ക് 100 + 12 / 100 28/25 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു 18,750 × 28 / 25 ക്യൂബ്, 28/25 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എമൗണ്ട് വിൽ ബി ഈക്വൽ ടു rupees 26,342 എന്ന് കിട്ടും. ഇനി നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടി, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മെത്തേഡിൽ ടോട്ടൽ എമൗണ്ട് കിട്ടി ആഫ്റ്റർ 3 years. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? എമൗണ്ട് എന്ന് പ്രിൻസിപ്പൾ മൈനസ് ചെയ്യാം. സോ എമൗണ്ട് 26,342 ആണ്, മൈനസ് 18,750, rupees 7,592.4 ആണ് ഇവിടെ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 3 years. Question number 2, if the compound interest on a certain sum of money for 3 years at 5% per annum interest rate is rupees 3,783, then what would be the simple interest on the same sum of money for the same period and at the same rate? ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടത് സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നു, അതിനുശേഷം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൾ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ടൈം പീരീഡ് 3 തന്നിട്ടുണ്ട്, 5% പെർ ആനം റേറ്റ് തന്നിട്ടുണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ റേറ്റ് 3,783 തന്നിട്ടുണ്ട്. സോ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3,783 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈക്വൽ ടു എമൗണ്ടിന്റെ ഇക്വേഷൻ എന്താണ്? P × 1 + R/100. ആറിന്റെ റേറ്റ് 5% ആണ്. സോ P × 1 + 5/100 ഓൾ റേസ് ടു T എന്ന് പറഞ്ഞാൽ 3 years ആണ്, ഓൾ റേസ് ടു 3 മൈനസ് പ്രിൻസിപ്പൾ P. ഓക്കെ, സോ 100 + 5/100 എത്രയാണ്? 21/20 വരും. സോ 3,783 ഈസ് ഈക്വൽ ടു P × 21/20 ഓൾ റേസ് ടു 3, 21/20 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം, മൈനസ് P. ഓക്കെ, 21ന്റെ ക്യൂബ് നമുക്കറിയാം 9,261 ആണ്, 20ന്റെ ക്യൂബ് നമുക്കറിയാം 8,000 ആണ്. സോ 3,783 ഈസ് ഈക്വൽ ടു 9,261 × പ്രിൻസിപ്പൾ മൈനസ് 8,000 പ്രിൻസിപ്പൾ ഡിവൈഡഡ് ബൈ 8,000. സോ പ്രിൻസിപ്പൾ എമൗണ്ട് നമുക്ക് എത്ര കിട്ടും? P ഈസ് ഈക്വൽ ടു 3,783 × 8,000 ഡിവൈഡഡ് ബൈ 1,261. ഇത് 9,261 എന്ന് 8,000 മൈനസ് ചെയ്താണ് 1,261. സോ പ്രിൻസിപ്പൾ P ഈസ് ഈക്വൽ ടു ₹24,000. നമുക്ക് പ്രിൻസിപ്പൾ കിട്ടി, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയാം 5%, ടൈം പീരീഡ് അറിയാം 3 years. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് വിൽ ബി ഈക്വൽ ടു P × R × T ഡിവൈഡഡ് ബൈ 100. P 24,000 × 5 × 3 ഡിവൈഡഡ് ബൈ 100. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് P × R × T ഡിവൈഡഡ് ബൈ 100 വിൽ ബി ഈക്വൽ ടു ₹3,600. ഓപ്ഷൻ ബി ആണ് ആൻസർ. Question number 3, very important question ആണ്. If the compound interest on a principal in 2 years at 5% per annum is ₹10 more than the simple interest on the same principal at the same time, find the principal. ഓക്കെ, ഇവിടെ 2 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് തന്നിട്ടുണ്ട്. അതായത് ഇൻട്രസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസസ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ ₹10 തന്നിട്ടുണ്ട്. 2 വർഷത്തേക്കാണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5% ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്, പക്ഷെ നമുക്ക് ഇത്രയും വാല്യൂസ് നമുക്ക് തന്നിരിക്കണം. അതായത് ഡിഫറൻസ് അറിയണം നമുക്ക്, അതുപോലെ തന്നെ
റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ടൈം പീരീഡും നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് പ്രിൻസിപ്പിൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ഡിഫറൻസ് ഇസ് ഈക്വൽ ടു, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 2 years ഇസ് ഈക്വൽ ടു പ്രിൻസിപ്പിൾ ഇൻറ്റു ആർ ബൈ 100 ഹോൾ സ്ക്വയർ, പി ഇൻറ്റു ആർ ബൈ 100 ഹോൾ സ്ക്വയർ. അതാണ് ഇക്വേഷൻ. സോ ഇവിടെ ഡിഫറൻസ് എത്രയാണ്? 10 ആണ്. 10 ഇസ് ഈക്വൽ ടു പ്രിൻസിപ്പിൾ ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ 100. റേറ്റ് 5 ആണ്. 5 ബൈ 100 ഹോൾ സ്ക്വയർ. സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 years ആയതുകൊണ്ടാണ് 2 വരുന്നത്. സോ 10 ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പിൾ ഇൻറ്റു 5 ബൈ 100 എന്ന് പറഞ്ഞാൽ 1/20 ഹോൾ സ്ക്വയർ. 1/20 ഹോൾ സ്ക്വയർ. സോ 20ന്റെ സ്ക്വയർ 400 ആണ്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ 10 ഇൻറ്റു 400 എന്ന് പറയും. സോ പ്രിൻസിപ്പിൾ ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു 400 rupees 4000. ഓപ്ഷൻ സി ആണ് ആൻസർ. Question number 4, very very important. Simple interest and compound interest on a certain amount for 2 years are rupees 8,400 and rupees 8,652 respectively. Find the rate of interest. ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട് ഫോർ 2 years 8,400. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ വാല്യൂ ഫോർ 2 years തന്നിട്ടുണ്ട് 8,652. നമുക്കറിയാം ഇതിന്റെ രണ്ടിന്റെയും വാല്യൂ തന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഡിഫറൻസ്, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് വിൽ ബി ഈക്വൽ ടു പി ഇൻറ്റു ആർ ബൈ 100 ഹോൾ സ്ക്വയർ എന്ന് നമ്മൾ പഠിച്ച് ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 8,652 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് 8,400 ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 100ന്റെ സ്ക്വയർ. ഇത് നമുക്ക് ഡിഫറൻസ് 252 ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 100ന്റെ സ്ക്വയർ ആണ് ഇവിടെ 10,000. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 1. അതായത് ഈ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതാം. പി ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 250 ഇൻറ്റു 10,000 എന്ന് മാറ്റി എഴുതാം. ഇനി നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഇൻറ്റു ആർ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 100 ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 8,400. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 100 ആണ്. ഇത് നമുക്ക് 8,400 is equal to P into R divided by 50 എന്ന് എഴുതാം. അതായത് 102 ഡിവൈഡ് ചെയ്താണ് 50. പി ആർ ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 8,400 ഇൻറ്റു 50 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നേരത്തെ നമുക്ക് പി ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 ഇൻറ്റു 10,000 ആണെന്ന് കിട്ടി. ഇവിടെ പി ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു 8,400 ഇൻറ്റു 50 എന്ന് കിട്ടി. ഇനി ഇക്വേഷൻ നമ്പർ 2ലേക്ക് ഇക്വേഷൻ നമ്പർ 1ലേക്ക് ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പി ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 250 ഇൻറ്റു 10,000 ആണ്. പി ആർ ഇൻറ്റു ആർ എന്ന് ഇതിനെ മാറ്റി എഴുതാം. ഈക്വൽ ടു 250 ഇൻറ്റു 10,000. ഇത് നമുക്ക് ആറിന്റെ വില എങ്ങനെ കണ്ടുപിടിക്കാം? ആർ ഇസ് ഈക്വൽ ടു 250 ഇൻറ്റു 10,000 റൈറ്റ് സൈഡിൽ ഡിവൈഡഡ് ബൈ ഈ ലെഫ്റ്റ് സൈഡിലെ പി ആർ പോകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ പി ആർ വരും. പി ആറിന്റെ വാല്യൂ നമുക്കറിയാം ഇക്വേഷൻ നമ്പർ 2ൽ തന്നിട്ടുണ്ട് 8,400 ഇൻറ്റു 50. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 250 ഇൻറ്റു 10,000 ഡിവൈഡഡ് ബൈ 8,400 ഇൻറ്റു 50 ഇതിന്റെ വാല്യൂ ആണ് R. So R is equal to 21 into 10 divided by 7 into 5. So R will be equal to 6%. Option B ആണ് answer. Question number 5. The difference between the compound interest and simple interest earned on a certain sum of money in 2 years at 9% interest per annum is rupees 97.2. Find the sum invested. നേരത്തെ ഡിസ്കസ് ചെയ്ത പോലത്തെ സെയിം ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ഫോർ 2 years നമുക്ക് തന്നിട്ടുണ്ട് 97.2 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തന്നിട്ടുണ്ട് 9%. സോ ഇത്രയും വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ഡിഫറൻസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 100 സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് വാല്യൂ തന്നിട്ടുണ്ട് 97.2 ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 100 സ്ക്വയർ ആണ്. സോ പി ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 9 ആണ്. സോ പി ഇൻറ്റു 9 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത പ്രിൻസിപ്പിൾ പി ഈസ് ഈക്വൽ ടു റുപ്പീസ് 12,000 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. Question number 6. The difference between simple interest and the compound interest on rupees 5,000 at 10% per annum for 3 years is. ഇവിടെ നമുക്ക് പ്രിൻസിപ്പിൾ തന്നിട്ടുണ്ട് rupees 5,000. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% തന്നിട്ടുണ്ട്. അതുപോലെ ടൈം പീരീഡ് 3 years തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, ഇതുവരെ നമ്മൾ കണ്ടത് 2 yearsന്റെ കേസിലുള്ളതാണ്. ഇക്വേഷൻ ഒക്കെ കണ്ടു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ സ്ക്വയർ ബൈ 100 സ്ക്വയർ എന്നൊക്കെ കണ്ടു. ഇതേ സാധനം 3 yearsലേക്ക് വരുമ്പോൾ ഇക്വേഷൻ വരുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 3 years ഡി ആണ് ഡിഫറൻസ് എങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് വിൽ ബി ഈക്വൽ ടു പി ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു 300 പ്ലസ് ആർ ഡിവൈഡഡ് ബൈ 100 ക്യൂബ് ആണ്.
ഒന്നുകൂടി നോക്കാം. നമുക്ക് 2 years ആണെങ്കിൽ ഇവിടെ പി ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 100 സ്ക്വയർ ആയിരുന്നു. 3 years ആണെങ്കിൽ 3 വർഷമാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് വിൽ ബി ഈക്വൽ ടു പി ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു 300 പ്ലസ് ആർ ഡിവൈഡഡ് ബൈ 100 ക്യൂബ് ആണ് ഇക്വേഷൻ. സോ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഡിഫറൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ്. പ്രിൻസിപ്പിൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത് 5000. സോ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു ഇക്വേഷനിലെ ഡയറക്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പ്രിൻസിപ്പിൾ 5000 ഇൻറ്റു 100, അതായത് 10% സ്ക്വയർ ആണ്. 100 ഇൻറ്റു 300 പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ വീണ്ടും 10, 310 ഡിവൈഡഡ് ബൈ 100 ക്യൂബ്, 100 ഇൻറ്റു 100 ഇൻറ്റു 100. അപ്പോൾ കട്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ഒക്കെ ഇവിടുന്ന് 100 കട്ടായി പോകും. ഇവിടെ 100 5000 കട്ടാവും. സോ കട്ട് ചെയ്യേണ്ടതൊക്കെ കട്ട് ചെയ്തതിനു ശേഷം ലാസ്റ്റ് ഡിഫറൻസ് വിൽ ബി ഈക്വൽ ടു 5 ഇൻറ്റു 31 ഈക്വൽ ടു 155. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. സോ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫോർ 3 years. ഫോർമുല എന്ന് പറയുന്നത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു 300 പ്ലസ് ആർ ഡിവൈഡഡ് ബൈ 100 ക്യൂബ് ആണ്.